ഒരു 9 മണിക്കെങ്കിലും എനിക്ക് ഇത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വേണം എനിക്ക് ഓർത്ത്. ഇത് ഞാൻ മറ്റേ പ്രിയങ്ക ചോപ്രേൻ്റെ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടതാണ്. ഇതിങ്ങനെ ജസ്റ്റ് നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ ഇങ്ങനെ താഴേക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്കൊരു ഷൂട്ട് ഡേ ആണ്. അപ്പോൾ ഇപ്പം സമയം 5:30 ആയിട്ടുണ്ട് രാവിലെ. എണീറ്റതേ ഉള്ളൂ. ആൻഡ് നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടാലോ? കമോൺ. സോ ആസ് യൂഷ്വൽ കിടന്നപ്പോൾ കുറച്ച് ലേറ്റായി. കിടന്നപ്പോൾ അറൗണ്ട് 1 മണിയായി. അപ്പോൾ എനിക്ക് ഒരു 5 hours സ്ലീപ്പ് പോലും കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ ഭയങ്കര ടയേർഡാണ് കാണാനായിട്ട്. അപ്പം ഞാൻ പൊതുവെ ഇങ്ങനെ ടയേർഡായിട്ട് എൻ്റെ ഫുൾ ഇങ്ങനെ സൗണ്ടൊക്കെ കറക്റ്റ് ആവുന്നുണ്ടോ എന്നറിയില്ല കേട്ടോ. ഫുൾ ഇങ്ങനെ ഒരു ടയേർഡ് ലുക്കിങ് വരുമ്പോൾ ഞാൻ ചുമ്മാ ഒരു ഐസൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് പോവും. അപ്പം സാധാരണ ഐസ് ഹോൾഡറിലാണ് ചെയ്യുന്നത് പക്ഷെ അതിൽ ഞാൻ വെള്ളം വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ ജസ്റ്റ് ഫ്രീസറിൽ വയ്ക്കാൻ, അതിൽ ഫില്ല് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാനായിട്ട് ഞാൻ മറന്നുപോയി. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഒരു ഉറക്കപ്പിച്ചെന്ന് മാറി കിട്ടാനാണ്. ബിക്കോസ് ഒരു 9 മണിക്കെങ്കിലും എനിക്ക് ഇത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാനായിട്ട്. സോ വന്നിട്ട് എന്തായാലും എനിക്ക് കുളിച്ച് ഫ്രഷായേ പോകാൻ പറ്റുള്ളൂ. സോ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ല, രാത്രി കിടന്നപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് കുളിച്ചിട്ട് കിടന്നു. ഹെയർ വാഷ് ചെയ്തില്ല, ബിക്കോസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നാവില്ല എന്ന്. ഇന്നിനി എന്താവുമെന്ന് അറിയില്ല, നോക്കാം. ചെറിയൊരു ജലദോഷ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ചുമ്മാ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ, ഐസ് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ആൻഡ് നമുക്ക് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പൊട്ടത്തികളെ പോലെ ഉണ്ടാവില്ലേ, ഒരു 20 to 30 seconds എനിക്കൊരു ഉറക്കം വിടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യും. കുറച്ച് തണുപ്പ് കിട്ടും. ഇത് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. യു ക്യാൻ സി ഒരു പുതിയ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. എനിക്ക് പെട്ടെന്ന് ഒന്നാമത് ഞാൻ പ്ലെയിനായിട്ടാണ് സംസാരിക്കുന്നത്, അതും സൗണ്ട് ഇല്ല. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങുവാണ്. അപ്പം ഞാൻ കുറച്ച് സൗണ്ട് കുറച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുമല്ല, ഒച്ചയെടുത്ത് സംസാരിക്കാനുള്ള ഒരു ബോധം എനിക്കില്ല. ഇതൊക്കെ സ്ലോ ആയിട്ട് റബ്ബൊക്കെ ചെയ്യേണ്ടതാണ്. ഞാൻ മറ്റേ ദ്രോഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഒന്നാമതൊക്കെ സമയമില്ല. അപ്പം ഞാൻ 4 കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ, ഇനി കൊണ്ടുവച്ചാലും അതിരുന്ന് വേസ്റ്റ് ആയിരിക്കും. സോ നമുക്ക് കയ്യിലൊക്കെ തേക്കാം. സോറി കേട്ടോ, ചുമയ്ക്കുന്നുണ്ട് ഞാൻ.
ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതേപോലെ തന്നെ ലീവ് ചെയ്യാണ്. എന്തെങ്കിലും ഗുണമൊക്കെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അല്ലേ. അപ്പോൾ കാണാം. അപ്പോൾ ബ്രഷ് ചെയ്തു. ഇതൊക്കെ ജസ്റ്റ് ഇത് ശരിക്കും കഴുകി കളയാനായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കളഞ്ഞു. ഇനി എൻ്റെ ഒരു മേക്കപ്പ് സെക്ഷനാണ്. എൻ്റെ മേക്കപ്പ് സെക്ഷൻ മുഴുവൻ ഞാൻ നിങ്ങളെ കാണിക്കാൻ വഴിയില്ല, ബിക്കോസ് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ നിങ്ങളെ കൂടെ കാണിച്ച വഴി തെറ്റിക്കണമെന്ന് തീരെ താല്പര്യമില്ല. എന്തെങ്കിലും ഞാൻ നല്ലപോലെ ഇച്ചിരിയെങ്കിലും ഞാൻ മേക്കപ്പിനെ കുറിച്ച് പഠിച്ചു എന്നുള്ള ഒരു ധാരണ എനിക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഡു എ മേക്കപ്പ് ട്യൂട്ടോറിയൽ. ഇപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ജസ്റ്റ് കാണാം. അപ്പം ഞാൻ മുഖത്ത് എന്തോ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയോ. ഞാൻ ഈ ഭാഗം കുറച്ച് വിട്ടു എന്നല്ല, അതിനെ അധികം ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. ബിക്കോസ് ഒന്നാമത് അത് ഇച്ചിരി ഹീലായി വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന് ഞാൻ ഓർത്തു. ഇനി ജസ്റ്റ് ഐബ്രോ ചെയ്യാൻ ഓർത്തു. ഇത് ഞാൻ മറ്റേ പ്രിയങ്ക ചോപ്രേൻ്റെ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടതാണ്. ഇതിങ്ങനെ ജസ്റ്റ് നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ താഴേക്ക് കോംബ് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് then you can comb back to the original state. അവരുടെ വീഡിയോയിലാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിലാണ്. അങ്ങനെ ഞാൻ കണ്ടതാണ്. സാധാരണ എല്ലാവരും ഇതിൽ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഗ്യാപ്പിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആൻഡ് എൻ്റെ ഐബ്രോസ് ഹെയറിന് എന്തുണ്ട്, കുറച്ച് കട്ടിയുണ്ട്. പക്ഷെ ഈ ഇടയ്ക്ക് നല്ല ഗ്യാപ്പുകളുണ്ട്, ആസ് യു ക്യാൻ സി. അപ്പം നമുക്കത് ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നോർമലി ഞാൻ നോർമൽ ഒരു ദിവസമാണെങ്കിൽ ഞാനത് ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല. രണ്ടാമത്തെ കാര്യം ഞാനത് എന്തോ ചെയ്യാറില്ല. ഇങ്ങനെ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര മേക്കപ്പൊക്കെ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ദിവസമാണെങ്കിൽ ഞാൻ ചെയ്യും. Eyebrows done. ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. സോ കണ്ണെഴുതി. ഒന്നാമത് ഞാനിത് റെക്കോർഡ് ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ വിചാരിക്കുന്ന പോലെ കണ്ണെഴുതാൻ പറ്റാറില്ല. ഇനി അത് ഒരാളെ കാണിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും പറ്റാറില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ തട്ടിക്കൂട്ടി കണ്ണെഴുതി. ആൻഡ് കുറച്ച് ഐ ഷാഡോയും ഞാൻ ഇട്ടുകൊടുത്തു. ഓക്കെ, ഇനി മസ്കാര. എന്തെങ്കിലും ആയോ നോക്കാമല്ലേ? ഇത്രയായി ഗൈസ്. ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് പോയി. പെട്ടെന്ന് ഞാൻ ഓർത്തില്ല എന്നല്ല, ഞാൻ പെട്ടെന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കണം. കാരണം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേക്കപ്പ് പരിപാടി കഴിഞ്ഞിട്ട് വിളിക്കുക. കാരണം എനിക്ക് സാരി ഒറ്റയ്ക്ക് കൊടുക്കാൻ അറിഞ്ഞുകൂടാ ഇൻ ദ സെൻസ് നമുക്ക് രണ്ടുപേർക്കും വലിയ ധാരണയില്ല, എന്നാലും ഒരു തട്ടിക്കൂട്ട് സാരി ഉടുപ്പാണ്. അപ്പോൾ എന്തോ ഒന്നുകൂടെ
മിസ്സിങ് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. ഒട്ടും കൂടി വെച്ച് നോക്കാം അല്ലേ? അപ്പോൾ ഈ പൊട്ടിന് ഞാൻ സാരി ഉടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ചേരുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ സാരിയൊക്കെ ഉടുത്തിട്ട് കാണാം. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഇനി ഈ ജ്വല്ലറീസ് ഒക്കെ ഇട്ടിട്ട് കാണാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തു, ആക്സസറീസ് ഇട്ടു. ഇത് മീഷോന്നാണ് കേട്ടോ. ആക്സസറീസ് ഒക്കെ ഇട്ട് ഇത് ഭയങ്കര ഒരു നൈസ് മാനാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പം എനിക്ക് സമയമില്ല. ഓൾറെഡി ഒരു വിധമൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്. 6:30 കഴിഞ്ഞു. അപ്പം 6:30 സമയത്ത് തുടങ്ങണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് നടന്നില്ല. ഞാൻ ലേറ്റ് അല്ലായിരുന്നു. ഞാൻ 5:30 തന്നെ എണീറ്റു എല്ലാം ചെയ്തു. പക്ഷെ എന്തുകൊണ്ടും ലേറ്റ് ആയിപ്പോയി. എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ പോയിട്ട് വന്ന് കാണാം. പറ്റുവാണെങ്കിൽ, എനിക്ക് പറ്റുമെന്നറിയില്ല, പക്ഷെ എന്നാലും അവിടുന്ന് എന്തെങ്കിലുമൊക്കെ വിഷ്വൽസ് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഇൻക്ലൂഡ്. ഏതായാലും കാണാം.